മിശിഹാ കാലം 6-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തോടടുത്ത്, അതായത് AD 570 സൗദി അറേബ്യയിൽ ജനിച്ച മുഹമ്മദ് എന്ന ഇസ്ലാം മതസ്ഥാപകനെക്കുറിച്ച് മോശയും ഈശോ മിശിഹായും പറഞ്ഞിട്ടുള്ളത് ബൈബിളിലുണ്ട് എന്ന വ്യാപകമായ പ്രചരണവും വിശ്വാസവും മുസ്ലിം സഹോദരങ്ങൾ ദുരുദ്ദേശപരമായി തന്നെ പ്രചരിപ്പിക്കാറുണ്ട്. ഈ വാദഗതിയുടെ അടിസ്ഥാനമാണ് ഈ ലക്കം സത്യാന്വേഷി പരിശോധിക്കുന്നത്. ക്രൈസ്തവികതയും ഇസ്ലാമും എന്ന പഠന പരമ്പരയുടെ 3-ാം ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മുസ്ലിമുകൾ പ്രവാചകനായി കരുതുന്ന മുഹമ്മദ് നബിയെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പ്രസ്താവിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്ലാമിക പണ്ഡിതർ പ്രചരിപ്പിക്കുന്നത്. അവരുടെ വാദഗതികൾ ആദ്യം പരിശോധിക്കാം. മുഹമ്മദിനെക്കുറിച്ച് ഖുറാനിലെ ഈസാ നബി പറയുന്നതാണ് അടിസ്ഥാനമായി അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഖുറാനിലെ ഈസാ നബിക്ക് ചരിത്രപുരുഷനായ ഈശോ മിശിഹായുമായി യാതൊരു ബന്ധവുമില്ല എന്നത് വേറെ കാര്യം. മറ്റൊരു എപ്പിസോഡിൽ അത് വിശദമായി പ്രതിപാദിക്കുന്നതാണ്. ഖുറാനിലെ ഈസാ നബി ഇങ്ങനെയാണ് പറയുന്നത്: ഇസ്രായേൽ സന്തതികളെ, എനിക്ക് മുൻപുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടും എനിക്ക് ശേഷം വരുന്ന അഹ്മദ് എന്നു പേരുള്ള ഒരു ദൈവദൂതനെ പറ്റി സുവാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ടും നിങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ദൂതനായി നിയോഗിക്കപ്പെട്ടവനാണ് ഞാൻ. സൂറ 61:6. ഖുറാനിലെ ഈസാ നബിയുടെ ഈ വാദത്തിന് ബൈബിളിലും അടിസ്ഥാനമുണ്ടത്രേ. യേശുവിന് ശേഷം ഒരു പ്രവാചകൻ വരാനുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ പേര് അഹമ്മദ് എന്നായിരിക്കുമെന്നും ബൈബിളിൻ്റെ പല ഭാഗങ്ങളും സൂക്ഷ്മ പരിശോധന നടത്തിയാൽ കണ്ടെത്താൻ കഴിയും എന്നാണ് അവരുടെ വാദം. നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. നിന്നെപ്പോലെ ഒരു പ്രവാചകനെ അവരുടെ സഹോദരന്മാരിൽ നിന്ന് അവർക്കായി ഞാൻ ഉയർത്തും. ഞാൻ എൻ്റെ വചനങ്ങൾ അവൻ്റെ നാവിൽ നിവേശിപ്പിക്കും. ഞാൻ കൽപ്പിക്കുന്നവയെല്ലാം അവൻ അവരോട് പറയും എന്നീ വചനങ്ങൾ മുഹമ്മദിനെക്കുറിച്ചാണ് എന്നാണ് മുസ്ലിം മതപ്രഭാഷകർ പ്രചരിപ്പിക്കുന്നത്. ചരിത്രപുരുഷനും ദൈവവുമായ ഈശോ മിശിഹായുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഈസാ നബി എന്ന ഒരാളുടെ പേരിൽ ഖുറാനിൽ ഒന്ന് പറയുകയും പിന്നീട് അതിനെ സാധൂകരിക്കുന്ന വചനഭാഗങ്ങൾ ബൈബിളിൽ നിന്ന് തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇവിടെ എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന വസ്തുതയാണ്. ദൈവത്തിൻ്റെ വെളിപാടുകൾ മനുഷ്യന് നൽകാൻ ദൈവം നിയോഗിച്ച വ്യക്തികളെയാണ് പ്രവാചകന്മാർ, പ്രോഫറ്റ്സ് എന്ന് വിശുദ്ധ ഗ്രന്ഥ പാരമ്പര്യം പൊതുവിൽ വിളിക്കുന്നത്. ദൈവം ആവശ്യപ്പെടുന്നവ മാത്രമാണ് അവർ ജനത്തോട് സംസാരിക്കുക. സ്വന്തം നിലയിൽ യാതൊന്നും അവർ സംസാരിക്കുന്നില്ല. ദൈവത്തെ ധിക്കരിക്കുന്നവരോട് അവർക്ക് ലഭിക്കാവുന്ന ശിക്ഷയുടെ വചനവും ദൈവത്തെ അനുസരിക്കുന്നവരോട് അനുസരണത്തിൻ്റെ വചനവുമാണ് അവർ സംസാരിച്ചിരുന്നത്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 7-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അവർ കേട്ടാലും ഇല്ലെങ്കിലും എൻ്റെ വാക്കുകൾ നീ അവരോട് പറയണം. ദൈവജനത്തിന് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും അവർ പ്രവചിച്ചിരുന്നു. എപ്രകാരമാണ് ഒരു യഥാർത്ഥ പ്രവാചകനെ തിരിച്ചറിയേണ്ടത് എന്നതും നിയമാവർത്തന ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു പ്രവാചകൻ കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ചിട്ട് അത് സംഭവിക്കാതിരിക്കുകയോ സഫലമാകാതിരിക്കുകയോ ചെയ്താൽ ആ വാക്ക് കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതല്ല. ആ പ്രവാചകൻ അവിവേകത്തോടെ സ്വയം സംസാരിച്ചതാണ്. നീ അവനെ ഭയപ്പെടേണ്ട എന്ന് 18-ാം അധ്യായം 22-ാമത്തെ വചനം. അവിവേകത്തോടെ ഇപ്രകാരം സ്വയം സംസാരിക്കുന്ന വ്യാജ പ്രവാചകന്മാരെ കുറിച്ചുള്ള മുന്നറിയിപ്പുകളും വിശുദ്ധ ബൈബിളിൽ സുലഭമാണ്. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: കുഞ്ഞുങ്ങളെ, ഇത് അവസാന മണിക്കൂറാണ്. അന്തിക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ തന്നെ അനേകം വ്യാജ ക്രിസ്തുമാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് പ്രവാചകനാണ് എന്ന് സ്ഥാപിക്കാൻ ബൈബിളിൽ നിന്നുള്ള വചനങ്ങൾ ആധികാരികമായി അംഗീകരിക്കുന്നവർ ബൈബിളിലെ മറ്റ് വചനഭാഗങ്ങളും അംഗീകരിക്കേണ്ടതുണ്ട്. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക: യേശുവാണ് ക്രിസ്തു എന്നത് നിഷേധിക്കുന്നവനല്ലാതെ മറ്റാരാണ് കള്ളം പറയുന്നവൻ? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ ആരോ അവനാണ് അന്തിക്രിസ്തു. 2-ാം അധ്യായം 22-ാമത്തെ വചനം. മുസ്ലിമുകൾ പ്രവാചകനായി കരുതുന്ന മുഹമ്മദ്
പഴയ നിയമ പ്രവാചകന്മാരെയോ ഈശോയെയോ ഉദ്ധരിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അതിനു മാത്രം അറിവോ ബോധ്യങ്ങളോ പഴയ നിയമ പുതിയ നിയമ ഗ്രന്ഥങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നതാണ് അതിൻ്റെ കാരണം. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ അവസാന പ്രവാചകനായ സ്നാപക യോഹന്നാനെ കുറിച്ച് ഈശോ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു, അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ലൂക്ക 16:16. ഈശോയിൽ ദൈവിക വെളിപ്പെടുത്തലുകളെല്ലാം പൂർണ്ണമായി എന്നതിനാൽ ഈശോ മിശിഹായിക്ക് ശേഷം മറ്റൊരു പ്രവാചകനിലോ വെളിപാടിലോ ക്രൈസ്തവർ വിശ്വസിക്കുന്നില്ല. ക്രൈസ്തവരുടെ വേദഗ്രന്ഥ വെളിപാടുകളെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുന്നവരെയും ക്രൈസ്തവർ വിശ്വസിക്കുന്നില്ല. അബ്രാമിന്റെ പുത്രനായ ഇസ്മായേലിന്റെ പ്രവാചക പാരമ്പര്യമാണ് തങ്ങൾ അവകാശപ്പെടുന്നത് എന്നാണ് മുസ്ലിം മതപ്രഭാഷകരുടെ വാദം. എന്നാൽ ഇതിൽ വലിയ വൈരുദ്ധ്യങ്ങളും തെറ്റുകളുമുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രവാചകത്വം ആർക്കാണ് ദൈവം നൽകിയിരുന്നത് എന്നത് സംബന്ധിക്കുന്ന ചരിത്രപരവും ആത്മീയവുമായ ഉൾക്കാഴ്ചകളാണ്. ഇസ്രായേലിനെ ദൈവം വിളിച്ച് സ്വന്തമാക്കുന്നത് പൂർവ്വപിതാവായിരുന്ന അബ്രാഹത്തിലൂടെയാണ്. അബ്രാഹത്തെ അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറയുന്നത് ഇതാണ്: നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതരായിത്തീരും. വീണ്ടും ദൈവം പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ സന്തതികളിലൂടെ ലോകത്തിലെ ജനമെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയപ്പോഴാണ് ദൈവം ഇത് അരുൾ ചെയ്യുന്നത്. നിന്റെ സന്തതിയിലൂടെ എന്നാണ്, സന്തതികളിലൂടെ എന്നല്ല ദൈവം ഇവിടെ അരുൾ ചെയ്യുന്നത്. മറ്റൊരിടത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അബ്രാഹാം ദൈവത്തോട് പറഞ്ഞു, ഇസ്മായേൽ അങ്ങയുടെ മുൻപിൽ ജീവിച്ചിരുന്നാൽ മതി. ദൈവം അരുൾ ചെയ്തു, നിന്റെ ഭാര്യ സാറാ തന്നെ നിനക്ക് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കണം. അവനുമായും അവൻ്റെ സന്തതികളുമായും ഞാൻ നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും. അതേസമയം ഇസഹാക്കിന് ദൈവം നൽകുന്ന അനുഗ്രഹത്തിൽ ഉൽപ്പത്തി 26:4 നാം വായിക്കുന്നു: നിന്റെ സന്തതികളിലൂടെ ഭൂമിയിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇസഹാക്കിന്റെ പുത്രനായ യാക്കോബിനോടും അവിടുന്ന് ഈ അനുഗ്രഹം ആവർത്തിക്കുകയാണ്: നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ദൈവാനുഗ്രഹവും ഉടമ്പടിയും അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും അവരുടെ സന്തതി പരമ്പരകൾക്കുമായി ഒതുങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ വംശപരമ്പരയാണ് ഈശോയിൽ എത്തി നിൽക്കുന്നത്. പഴയ നിയമത്തിലെ പ്രവാചകത്വം ഇസ്രായേൽക്കാർക്ക് മാത്രമുള്ളതാണ് എന്ന് പുതിയ നിയമവും അംഗീകരിക്കുന്നുണ്ട്. രക്ഷ യഹൂദരിൽ നിന്നാണെന്ന വചനം ഈശോ തന്നെ നൽകുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4:22 ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഭരമേൽപ്പിച്ചിരിക്കുന്നത് യഹൂദരെയാണ് എന്ന് പൗലോസ് അപ്പസ്തോലൻ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 3:1-2 അതേ ലേഖനത്തിൽ മറ്റൊരിടത്ത് പൗലോസ് അപ്പസ്തോലൻ എഴുതുന്നത് ഇങ്ങനെയാണ്: അവർ ഇസ്രായേൽ മക്കളാണ്. പുത്രസ്ഥാനവും മഹത്വവും ഉടമ്പടികളും നിയമത്തിന്റെ അവകാശവും ശുശ്രൂഷയും വാഗ്ദാനങ്ങളും അവരുടേതാണ്. പൂർവ്വപിതാക്കന്മാരും അവരുടേതാണ്. ക്രിസ്തുവും അവരിൽ നിന്നുള്ളവൻ തന്നെ. അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ്. 9:4-5 ഖുറാനിലും നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. സൂറ 46:16 ഇതിനു മുൻപ് ഇസ്രായേൽ വംശത്തിൽ നാം വേദവും ആധിപത്യവും പ്രവാചകത്വവും നൽകിയിട്ടുണ്ടായിരുന്നു. അവരെ ലോകത്തിലുള്ള സകല ജനതകളെയും കാൾ നാം ശ്രേഷ്ഠരാക്കി. സൂറ 29-27 പറയുന്നു: നാം അദ്ദേഹത്തിന് ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയ സന്തതികളെ പ്രദാനം ചെയ്തു. അദ്ദേഹത്തിന്റെ സന്തതികളിൽ വേദവും പ്രവാചകത്വവും നിക്ഷേപിച്ചു. പ്രവാചകത്വം ഇസ്രായേലിൽ മാത്രം ഒതുക്കി നിർത്തിയിരിക്കുന്നുവെന്ന ബൈബിൾ കാഴ്ചപ്പാടിന്റെ സ്ഥിരീകരണം തന്നെയാണ് ഖുറാനിലെ ഈ സൂറകളും നൽകുന്നത്. സൂറ 19:54 ഇസ്മായേലും പ്രവാചകനും ദൂതനുമായിരുന്നു എന്ന പരാമർശമുണ്ട്. ഇവയാണ് ഖുറാനിൽ തന്നെ കാണുന്ന വൈരുദ്ധ്യങ്ങൾ. സൂറ 46:16, 29-27 എന്നിവയനുസരിച്ച് അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർ മാത്രമാണ് പ്രവാചകന്മാർ. എന്നാൽ സൂറ 19:54 അനുസരിച്ച് ഇസ്മായേലും പ്രവാചകനാണെന്ന് പറയുന്നത് ചേർച്ചയില്ലാത്ത വിവരണമാണ്. സൂറ 34-44 പ്രകാരം മുഹമ്മദിന് മുൻപ് ആർക്കും അറബികളുടെ ഇടയിൽ പ്രവാചകത്വം നൽകിയിട്ടില്ല എന്നും നമ്മൾ വായിക്കുന്നു. ചുരുക്കത്തിൽ ബൈബിളിലെ ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായ വിവരണങ്ങൾ അനുസരിച്ചും
ഖുറാനിലെ ചില വാചകങ്ങൾ അനുസരിച്ചും മുഹമ്മദ് യഹൂദ പാരമ്പര്യത്തിൽപ്പെട്ട, അതായത് ബൈബിൾ പാരമ്പര്യത്തിൽപ്പെട്ട ഒരു പ്രവാചകനല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനാൽ തന്നെ യഹൂദ ക്രൈസ്തവ പാരമ്പര്യമോ അവരുടെ ദൈവവചനമോ യുക്തിരഹിതമായി ഉദ്ധരിക്കുന്നതിൽ നിന്ന് ഇസ്ലാമിക പ്രഭാഷകർ നിരുപാധികം പിൻവാങ്ങുകയാണ് വേണ്ടത്. അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെപ്പോലെ ഒരു പ്രവാചകനെ അവർക്ക് വേണ്ടി ഞാൻ അയക്കും എന്ന നിയമാവർത്തന വചനത്തെയാണ് ഇസ്ലാമിക പ്രഭാഷകർ മുഹമ്മദിനെ കുറിച്ചുള്ള മോശയുടെ പ്രവചനമായി വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ മുഹമ്മദ് യഹൂദ പാരമ്പര്യത്തിൽപ്പെട്ട പ്രവാചകനേ അല്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. മാത്രവുമല്ല, മോശയുമായി യാതൊരു സാമ്യവും മുഹമ്മദിനില്ല എന്നതും നമ്മൾ കാണുന്നുണ്ട്. 20 ലക്ഷം ഇസ്രായേൽക്കാരെ 40 സംവത്സരം മരുഭൂമിയിലൂടെ നയിച്ച ശക്തനായ നേതാവായിരുന്നു മോശ. മോശയോളം സൗമ്യനായ ഒരു വ്യക്തി ഭൂമുഖത്തുണ്ടായിരുന്നില്ല എന്ന് സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യം പറയുന്നുണ്ട്. അതേസമയം 42ഓളം യുദ്ധങ്ങൾ നയിക്കുകയും തന്നെ അംഗീകരിക്കാത്തവരെ നിഷ്കരുണം വധിക്കുകയും വധിക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്ത മുഹമ്മദിനെ അനുയായികൾ പോലും ശാന്തനായി കണക്കാക്കിയിരുന്നില്ല എന്ന് റോബർട്ട് സ്പെൻസറിൻ്റെ ട്രൂത്ത് അബൌട്ട് മുഹമ്മദ് എന്ന പുസ്തകം തെളിവുകൾ സഹിതം സ്ഥാപിക്കുന്നുണ്ട്. അതിനാൽ തന്നെ മോശയെപ്പോലെ ഒരുവനായി മുഹമ്മദിനെ കാണുക ചരിത്രമറിയാവുന്ന ഒരു മനുഷ്യനും സാധ്യമല്ല. മാത്രവുമല്ല, മോശ തനിക്ക് വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ നാമം യാഹുവേ എന്നാണ് ജനങ്ങളെ അറിയിച്ചത്. ഞാനാകുന്നവനാകുന്നു എന്നാണ് ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തിയ തൻ്റെ നാമം. എന്നാൽ മുഹമ്മദ് ഒരിക്കലും യാഹുവയുടെ നാമത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ പേരിലാണ് ജനങ്ങളോട് സംസാരിച്ചത് എന്നതും മോശയും മുഹമ്മദും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും എന്ന യോഹന്നാന്റെ സുവിശേഷം 14:16 ഈശോയുടെ വാക്യമാണ് മുഹമ്മദിനെ കുറിച്ചാണ് ഈശോ പറഞ്ഞതെന്ന മട്ടിൽ ഇസ്ലാമിക പ്രഭാഷകർ വ്യാഖ്യാനിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട യോഹന്നാന്റെ സുവിശേഷത്തിൽ സഹായകൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം പാരക്ലേത്തോസ് എന്ന ഗ്രീക്ക് പദമാണ്. എന്നാൽ അത് ക്രിസ്ത്യാനികൾ തിരുത്തിയതാണ് എന്നാണ് മുസ്ലിം പ്രഭാഷകരുടെ വാദം. സംഭവം വലിയ തമാശയാണ്. അവിടെ ഉപയോഗിച്ചിരുന്ന പദം വാഴ്ത്തപ്പെട്ടവൻ എന്ന അർത്ഥം വരുന്ന പെരിക്ലൂത്തോസ് എന്ന പദമായിരുന്നത്രേ. മുഹമ്മദ് എന്ന വാക്ക് ഉത്ഭവിക്കുന്ന അഹ്മദ് എന്ന അറബി മൂലത്തിൻ്റെ അർത്ഥം വാഴ്ത്തപ്പെട്ടവൻ എന്നാണ്. ഈ അഹ്മദിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന പെരിക്ലൂത്തോസ് എന്ന പദം യോഹന്നാന്റെ സുവിശേഷത്തിൽ ക്രിസ്ത്യാനികൾ തിരുത്തി സഹായകൻ അല്ലെങ്കിൽ കാര്യസ്ഥൻ എന്ന അർത്ഥം വരുന്ന പാരക്ലേത്തോസ് എന്നാക്കി മാറ്റി എന്ന വിചിത്രവാദമാണ് മുസ്ലിം പ്രഭാഷകർ ഉന്നയിക്കുന്നത്. ക്രിസ്തുവിനും 600 വർഷങ്ങൾക്ക് ശേഷം ജനിക്കാനിരിക്കുന്ന മുഹമ്മദിനെ ഒഴിവാക്കാൻ വേണ്ടി യോഹന്നാൻ ഈ തിരുത്തൽ വരുത്തി എന്ന് സാമാന്യ ബോധമുള്ളവർക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? മാത്രവുമല്ല, പുതിയ നിയമത്തിൻ്റെ ഗ്രീക്ക് മൂലഭാഷയിൽ പെരിക്ലൂത്തോസ് എന്ന പദം ഒരിടത്തും ഉപയോഗിച്ചിട്ടുമില്ല എന്നതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. യോഹന്നാൻ 14:17 സഹായകനെ കുറിച്ച് പറയുന്നതിൻ്റെ തുടർച്ചയായുള്ള വചനങ്ങളും നാം മനസ്സിലാക്കേണ്ടതാണ്. വചനം പറയുന്നു, ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് കഴിയുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിലായിരിക്കുകയും ചെയ്യും. ഈ സഹായകൻ മുഹമ്മദ് ആയിരുന്നില്ല എന്നതിൻ്റെ എത്രയോ ശക്തമായ തെളിവുകളാണ് തുടർന്നുള്ള ഈ വാക്യങ്ങൾ. സഹായകനായ പരിശുദ്ധാത്മാവ് ശിഷ്യരോടൊപ്പം ഉണ്ടായിരുന്നു, അവരിൽ വസിച്ചിരുന്നു, ശിഷ്യർ അവനെ അറിഞ്ഞിരുന്നു. മുഹമ്മദും പരിശുദ്ധാത്മാവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് അതിനാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുക എന്ന് യോഹന്നാൻ 16:14 പറയുന്നത് കൂടി കേൾക്കാം. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും, അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും എന്നാണ് ഈശോ പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രവർത്തനം ഇന്നും സഭയിൽ തുടരുകയാണ്. ഈശോയാണ് ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത്. തൃത്വത്തിലെ 3 ആളത്തങ്ങളാണ് ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നത്. ഇസ്ലാമിക മതസ്ഥാപകനായ മുഹമ്മദുമായോ അദ്ദേഹം പറയുന്ന വ്യക്തികളും സന്ദർഭങ്ങളുമായോ
ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. യഹൂദ പാരമ്പര്യത്തിലോ ക്രൈസ്തവ പാരമ്പര്യത്തിലോ ഉള്ള ഒരു പ്രവാചകനല്ല മുഹമ്മദ്. അതിനാൽ തന്നെ യഹൂദ ക്രൈസ്തവ പാരമ്പര്യങ്ങളിൽ നിന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വെളിപാടുകളെന്ന് പറയപ്പെടുന്ന ഖുറാനും ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതവും അബദ്ധജടിലവുമാണ്. മുഹമ്മദ് എന്ന വ്യക്തി ഖുറാൻ വിവരണപ്രകാരം അറബികൾക്ക് മാത്രമായി വന്ന ഒരു പ്രവാചകനാണ്. മോശയോ ഈശോ മിശിഹായോ മുഹമ്മദിനെ കുറിച്ച് സംസാരിച്ചുവെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അടിസ്ഥാനരഹിതമായ അസത്യങ്ങൾ മാത്രമാണ്. മോശ പ്രവചിച്ച എന്നെപ്പോലുള്ള പ്രവാചകൻ യഹൂദ മതത്തിലും ദാവീദിന്റെ വംശത്തിലും യൂദാ ഗോത്രത്തിലും പിറന്ന ദൈവപുത്രനായ ഈശോ മിശിഹായാണ്. ഈശോ മിശിഹ വാഗ്ദാനം ചെയ്ത സഹായകൻ തൃത്വ ആളത്തങ്ങളിൽ ഒരുവനും മനുഷ്യന് കാണാൻ കഴിയാത്തവനും അതേസമയം മനുഷ്യരോടൊത്ത് നിത്യം അദൃശ്യനായി വസിക്കുന്നവനുമായ പരിശുദ്ധാത്മാവുമാണ്. അബദ്ധ പ്രബോധനങ്ങളിൽ വീഴാതിരിക്കാൻ വിശ്വാസത്തിലും വിശ്വാസത്തിൻ്റെ പ്രബോധനങ്ങളിലും നമുക്ക് കൂടുതലായി ശ്രദ്ധിക്കാം. ക്രൈസ്തവ ഇസ്ലാമിക വിശ്വാസധാരകളുടെ ചരിത്രവും വർത്തമാനവും വചനഗ്രന്ഥങ്ങളും വ്യാഖ്യാനിക്കുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡുമായി വീണ്ടും അടുത്തയാഴ്ച. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും നിരീക്ഷണങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ.